എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ നമ്മുടെ മുടി സമൃദ്ധമായി വളരാൻ പറ്റി മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയ ഒരു ഔഷധക്കൂട്ട്, അതായത് ഒരു ഔഷധ ഗുണമുള്ള ഒരു പായ്ക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ മുടിയിലുണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങളും, മുടി കൊഴിച്ചിൽ, താരന്, മുടിയുടെ ബലക്കുറവ്, എല്ലാത്തിനും പരിഹാരം, നമ്മുടെ മുടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു ഔഷധമായിട്ടുള്ള, അതായത് ഞാൻ ചേർത്തേക്കുന്ന കൂട്ടുകളെല്ലാം ഔഷധ ഗുണമുള്ള കൂട്ടുകളാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ തലമുടിക്ക് കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഫലം കിട്ടുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. കർക്കിടക ചികിത്സ എന്നൊക്കെ കേട്ടില്ലേ? നമ്മുടെ ശരീരത്തിനും നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും എന്ത് നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ തുടങ്ങിയാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മുടെ മുടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഫലപ്രദമായ 101% റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത്. എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഒരുപാട് സംസാരിക്കുന്നില്ല, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ഞാൻ അത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പിച്ചാൻ പോകുന്ന ഒരു ഇലയെന്ന് പറയുന്നത്, നമുക്ക് ഈ നിൽക്കുന്ന സാധനമാണ്, എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെ പേരയിലയാണ്. ഈ പേരയിലയുടെ കിളുന്ന ഇലയുണ്ടല്ലോ, നമ്മൾ ആ മുകളിൽ നിൽക്കുന്ന തണ്ടോടുകൂടി തന്നെ നമുക്ക് ഒരു 5-6 ഇല നമുക്ക് നുള്ളിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പേരയില അത്യാവശ്യമാണ്. നമ്മുടെ വീടിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ കുറച്ച് പേരയില, ഒരു 5-6 നുള്ള് പേരയില എൻ്റെ കയ്യിലോട്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തലേന്ന് തന്നെ കുറച്ച് ഉലുവ, ഒരു 2 പിടി ഉലുവ കഞ്ഞിവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടേക്കണം കേട്ടോ. അതാരും മറക്കരുത്, അത് ആദ്യം ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ പോയത്, നമുക്ക് 5-6 തുളസിയില വേണമായിരുന്നു കേട്ടോ. തുളസിയിലയും ഒരുപാട് വേണ്ട, ഒരു 3-4 നുള്ള് തുളസിയില മതി കേട്ടോ. അപ്പം നമ്മുടെ പേരയിലയും ഞാൻ പറിച്ചു, നമ്മുടെ തുളസിയിലയും ഞാൻ പറിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതെല്ലാം ഔഷധ ഗുണമുള്ള കൂട്ടാണ് നമ്മുടെ തലമുടിക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ പറിക്കാൻ പോയത് നമ്മുടെ കറിവേപ്പിലയാണ്. ഇത് ഞാൻ പല ഭാഗത്തായിട്ടാണ് പറിച്ചത്, ഇതൊന്നും നമ്മുടെ വീട്ടിലില്ല. ഞാൻ പല ഭാഗത്ത് പോയി പറിച്ചുകൊണ്ട് വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നും മെനക്കെടണം. നമ്മൾ ഈ പറിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ല, ഇതൊന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോയി പിച്ചുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കറിവേപ്പിലയും കൂടെ ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാനിങ്ങനെ വന്ന വഴി ഒരു സാധനം കണ്ടു, വേറെ ഒന്നുമല്ല, നമ്മുടെ ഭൃംഗരാജനാണ്, നമ്മുടെ കയ്യോന്നി. അത് ഞാനൊരു റോഡ് സൈഡിലാണ് കണ്ടത്. ഇത് വീടുകളിൽ നിന്നല്ല, എനിക്ക് റോഡിൻ്റെ ഒരു അരുവിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അതും പോയി പറിച്ചു. ഒരു 2 മൂട് തൈ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ധാരാളം വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പകുതി വീട്ടിൽ നട്ടു വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് കറ്റാർവാഴയാണ്. ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. കറ്റാർവാഴ വേണ്ട ചെറിയ 2 തൈ ഞാൻ 2 ഇല ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെമ്പരത്തിപ്പൂവും അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ഇലയും വേണം കേട്ടോ. ഇവിടെ 2-3 ചെമ്പരത്തിപ്പൂവും മുട്ടും 5-6 ഇലയും ഞാൻ പറിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പിച്ചിക്കൊണ്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ അപ്പോഴത്തേനും ഇതൊന്ന് സ്വല്പം വാടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പം വേണ്ട ഇത്രയും ഞാൻ ചെമ്പരത്തിപ്പൂവും അതിൻ്റെ മുട്ടും കുറച്ച് ഇലയും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് തന്നെ കേട്ടോ. പിന്നെ വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയുടെ ഇല, അതും ഒരു 2 തണ്ട് മുരിങ്ങയില മാത്രം മതി. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകളും ഞാനിവിടെ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇത്രയും ചെമ്പരത്തിപ്പൂവും മുട്ടും പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക് പായ്ക്കിന്. പിന്നെ ഉലുവ ഇടുന്ന കാര്യം ആരും മറക്കല്ലേ. പിന്നെ വേണമെന്ന് വെച്ചാൽ മുരിങ്ങയില കേട്ടോ. കുറച്ച് മുരിങ്ങയില, ഒരു 2 തണ്ട് മുരിങ്ങയിലയും കൂടെ, ഞാൻ ഇത്രയും ഒടിക്കുന്നെങ്കിലും ഞാൻ ഇത്രയും എടുക്കത്തില്ല കേട്ടോ. ഇത്രയും ഞാൻ ഒടിച്ചെടുക്കുന്നെങ്കിലും നമുക്ക് അതിനത്ര ആവശ്യമില്ല. അപ്പം നമ്മുടെ ഉലുവ ഞാനിപ്പോൾ നല്ലതുപോലെ കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്തിട്ട് ഒരു ദിവസം സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ കറിവേപ്പിലയുണ്ട്. ഞാൻ കഞ്ഞിവെള്ളം സോക്ക് ചെയ്യാൻ ഇട്ടതാണ് കേട്ടോ. പിറ്റേന്ന് കിട്ടിയതാണ്. നല്ല വൃത്തിയായിട്ട് കഞ്ഞിവെള്ളത്തിനകത്ത് ഉലുവ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഉലുവ കഞ്ഞിവെള്ളത്തിനകത്തിട്ട് തലമുടിയിൽ തേക്കുമ്പോഴുള്ള ഗുണങ്ങൾ, ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. സ്കിന്നിനും നമ്മുടെ ഹെയറിനും നമ്മുടെ മുടി കൊഴിച്ചിൽ
പെട്ടെന്ന് പിടിച്ചു നിർത്തുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഉലുവയാണ് നമ്മുടെ മെയിൻ. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഇത്രയും ഞാൻ കാണിക്കുന്ന മുരിങ്ങയിലയും ഒക്കെ നമ്മൾ ഇത്രയും തന്നെ നമ്മൾ എടുക്കില്ല, കുറച്ച് മാറ്റി വെക്കും ഞാൻ കേട്ടോ. കാരണം നമ്മൾ അത്രയും വേണ്ട. ഇതിപ്പം എൻ്റെ കറിവേപ്പിലയുണ്ട്, മുരിങ്ങയിലയുണ്ട്, പേരയിലയുണ്ട്, തുളസിയുണ്ട്, ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും മുട്ടും ഉണ്ട്, കറ്റാർവാഴയുണ്ട്, നമ്മുടെ കയ്യോന്നിയുണ്ട്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പായ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കർക്കിടക മാസത്തിൽ നമ്മുടെ ഉണ്ടായിട്ടുള്ള സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധ പായ്ക്കാണിത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് 2-3 വട്ടമൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോൾ കുറച്ച് അരച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ബാലൻസ് മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് 2-3 ദിവസത്തേക്കുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ മിക്സിയുടെ ജാറിനകത്തോട്ട് ആദ്യം നമ്മുടെ ഉലുവയും കഞ്ഞിവെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ, വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കരുത്. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ബാലൻസ് മാറ്റി വെച്ചേക്കുക കേട്ടോ. ഭയങ്കര കട്ടിയാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഇലവർഗ്ഗങ്ങളെല്ലാം കൂടെ പിച്ചാത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും, നല്ല വൃത്തിയായിട്ട് അരഞ്ഞു കിട്ടും. ഇങ്ങനെ തന്നെ തലയിൽ തേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് ഒരു തുണിക്കകത്ത്, അതൊരു കോട്ടൺ തുണിയിലോ ഒരു ഉണങ്ങിയ തോറത്തിനകത്തോട്ടോ ഈ കൂട്ടിട്ടിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാം കേട്ടോ. കൊന്ത് കളയാം. ഇത് പക്ഷേ നല്ലതുപോലെ അരഞ്ഞു കിട്ടുന്നുണ്ട്, വലിയ കൊന്തും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് തലയിൽ തേക്കുന്നത്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും കൂടി ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇത് നമ്മുടെ തലയോട്ടിയിൽ തലമുടിയുടെ ചെടക്ക് നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം നമ്മുടെ തലയുടെ ഓരോ വതുപ്പും എടുത്തിട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ വെച്ചിട്ട് സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഷാമ്പൂ ഇടേണ്ട യാതൊരു കാര്യവുമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണ. നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് ഉപയോഗിച്ചാൽ മതിയേ. അതുകൂടെ തേച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതിപ്പം ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും ഗുണമുള്ള ഒരു പായ്ക്ക് നമ്മുടെ തലമുടിയിലോട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ തലമുടിയിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിച്ച് മുടിയെ വളർത്തിയെടുക്കാൻ പറ്റും. മാസത്തിൽ 2-3 വട്ടം നിങ്ങൾക്ക് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു മാസം തന്നെ ചെയ്യുമ്പം അത്രയ്ക്ക് റിസൾട്ടാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. കർക്കിടക മാസത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു എന്താ പറയണ്ടത്, ഒരു പച്ചമരുന്നൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം അതുപോലുള്ള ഇലകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തേക്കുന്നത്. മുടിക്ക് യാതൊരു ഡാമേജ് ഉണ്ടാകുന്ന ഇലവർഗ്ഗങ്ങളല്ല. കറ്റാർവാഴ മുടിക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ കറിവേപ്പില നമ്മുടെ മുടി നല്ല വൃത്തിയായിട്ട് കറക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കറിവേപ്പില. പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് മുടിക്ക് തിളക്കം ലഭിക്കാനും മുടി ഒഴിച്ചിൽ മാറാനും ഏറ്റവും ബെസ്റ്റാണ്. മുടി വളരാനും ബെസ്റ്റാണ് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയും. പിന്നെ മുരിങ്ങയില, ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഉലുവയും കഞ്ഞിവെള്ളവും മാത്രമായിട്ട് നമ്മുടെ തലമുടിയിൽ തേച്ചാലും ഉണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും സാധനങ്ങളോട് ചേർത്ത് നമ്മൾ ഈ ഒരു മാസത്തിൽ ഒരു ഔഷധം പോലെ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. നല്ല ഉള്ളു തോന്നിക്കും. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും. താരൻ പോകും. നമ്മുടെ പേൻ ശല്യം ഉണ്ടെങ്കിൽ അത് പോകും. അതാണ് പറഞ്ഞത്, നമ്മുടെ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗമായിട്ട് നമുക്ക് ഈ ഒരു മാസത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു പായ്ക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാൻ 1 മണിക്കൂറിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. അത്ര റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ കൂടുതലായിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2-3 ദിവസത്തേക്കുള്ള പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊരു ചെറിയൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാൻ പോവുകയാണ്. കാരണം ഒരു 2 ദിവസത്തേക്കുള്ള പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ആരും മിസ് ചെയ്യരുത്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതോടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക്
തലയിൽ നേരത്തെ നിങ്ങളുടെ സ്കാൽപ്പിൽ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒഴിവാക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ചാൽ മതി. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. യൂസ്ഫുള്ളായിട്ടുള്ള ഇതുപോലുള്ള ടിപ്പുകളൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാം ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേണ്ട ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ പാത്രത്തിൽ ഇരിക്കുന്ന അത്രയും കൂടാണ് എൻ്റെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട ഇത് ഞാനൊന്ന് അടച്ച് മാറ്റി വെക്കട്ടെ. നമുക്ക് കുറച്ചൊന്ന് പാടുപെടുന്നതെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ പിച്ചാൻ പോകുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. വേണ്ട ഞാനിപ്പോൾ തലമുടി നല്ലതുപോലെ ചെടക്കൊക്കെ കളഞ്ഞ് ചീകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. തലമുടി നല്ലതുപോലെ വതുത്തിട്ട് ഓരോ സെക്ഷനായിട്ട് വതുത്ത് നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയും കൂട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പാണ് നമ്മുടെ സ്കാൽപ്പിന്. അതിൻ്റെ മണം അടിപൊളിയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മണമുണ്ട്. ഒരു ആയുർവേദത്തിൻ്റെ ഒരു സ്മെല്ലാണ്. പ്രത്യേകിച്ച് ആ കറിവേപ്പിലയുടെ സ്മെല്ലിങ്ങനെ എടുത്ത് നിൽക്കും. അപ്പം എന്താണ് നമ്മുടെ തലമുടിയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്ത് ഓരോരോ പാർട്ടായിട്ട് മാറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് തലയിൽ വെച്ചിട്ട് സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. ഇതിപ്പം ഇതിന് കൊന്തൊക്കെ ഉണ്ട്. ബാത്റൂമിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത് കുളിക്കുന്ന സമയത്ത് അത്രയും പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ വെളിയിലൊക്കെ പൈപ്പ് കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ബക്കറ്റിൽ വെള്ളം പിടിച്ച് തലമുടി നല്ലതുപോലെ കഴുകി കെട്ടിയതിന് ശേഷം നമുക്ക് പോയി കുളിക്കാവുന്നതാണ്. അപ്പോൾ അതും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്കിതിന് റിസൾട്ട് കിട്ടുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.